സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കമലാ ഗോവിന്ദ് എഴുതിയ നോവൽ രമ്യകം തുടരുന്നു. ഭാഗം 2. നെഞ്ചിലടുക്കി സൂക്ഷിച്ച കരച്ചിൽ പൊട്ടിയൊഴുകി. അണക്കെട്ട് തുറന്നു വിട്ടതുപോലെ കെട്ടി നിർത്തിയിരുന്ന വെള്ളം കുതിച്ചു ചാടുന്ന ആവേശം. ഒടുവിൽ ഐവി അറിഞ്ഞു അമ്പരപ്പാർന്ന ആ സത്യം. തനിക്കും കരയാനറിയാം. ഓർമ്മയിൽ ഒരിക്കലും കരച്ചിലെന്ന പദമില്ല. കരഞ്ഞിട്ടില്ല, കണ്ണുകൾ നനഞ്ഞിട്ടില്ല, അതിനുള്ള ഒന്നും ഉണ്ടായിട്ടില്ല. പപ്പായോ മമ്മിയോ സ്നേഹത്തിൽ ചാലിച്ചല്ലാതെ തന്നെ നോക്കിയിട്ട് പോലുമില്ല. നൊമ്പരപ്പെടുത്തുന്ന ഒന്നും നാളിതുവരെ ഉണ്ടായിട്ടില്ല. എന്നിട്ടും കരയുന്നു. കണ്ണീർ കാട്ടാറ് പോലെ കുതിച്ചു ചാടുന്നു. നെഞ്ചി വിങ്ങിക്കഴയ്ക്കുന്നു. അപ്പോൾ കരച്ചിലെന്നത് ചെറുപ്പം മുതലേ കണ്ടുപഠിക്കേണ്ടുന്ന ഒന്നല്ല, ചെയ്ത് ശീലിക്കേണ്ട ഒന്നല്ല. ജന്മവാസന കൊണ്ട് എന്നും ഓരോ ആളിൻ്റെയും ഹൃദയത്തിൽ, ആത്മാവിലൊക്കെ കണ്ണീരും കരച്ചിലും കെട്ടിക്കിടക്കുന്നുണ്ട്. ആവശ്യം വരുമ്പോൾ താനേ അവ പുറത്തു ചാടുന്നു. വാതിലിൽ മുട്ടുന്ന സ്വരം. ഐവി തിരിഞ്ഞു നോക്കി. മോളെ മോളെ. മമ്മിയുടെ സ്വരം, സ്നേഹം കിനിയുന്ന സ്വരം. ചാടി എഴുന്നേറ്റ് വാതിൽ തുറന്ന് കഴുത്തിൽ കെട്ടിത്തൂങ്ങാൻ കഴിയുന്നില്ലല്ലോ ദൈവമേ. പക്ഷേ ആ സ്വരത്തിനപ്പുറത്തും വഞ്ചനയില്ലേ? മോളെ. വീണ്ടും വിളി. ഒട്ടും തിടുക്കപ്പെടാതെ വാതിൽ തുറന്നു. കയ്യിൽ ചായക്കപ്പുമായി റീത്ത. അമ്പരപ്പാർന്ന മിഴികളോടെ റീത്ത കണ്ടു മകൾ പുറത്തുപോയി വന്ന അതേ വേഷത്തിൽ ഇപ്പോഴും. മാത്രമല്ല, വലിഞ്ഞു മുറുകിയിരിക്കുന്ന മുഖം, പെയ്തുകൊണ്ടിരിക്കുന്ന കണ്ണുകൾ, വിങ്ങിത്തെറിക്കുന്ന നാസിക. എൻ്റെ മോൾക്ക് എന്തു പറ്റി? റീത്ത ഐവിയുടെ തോളിൽ പിടിച്ചു. വല്ല അസുഖവുമാണോ കുട്ടി? എന്തുണ്ടായി? മമ്മി ഡോക്ടറെ വിളിക്കാലോ? എൻ്റെ കുട്ടി വല്ലാണ്ട് കരഞ്ഞിരിക്കുന്നല്ലോ. വേണ്ട, ഡോക്ടറെ വിളിക്കണ്ട. വേണ്ടതിലധികം ഗൗരവ സ്വരത്തിൽ കലർന്നുപോയി. പിടിച്ചു കെട്ടിയതുപോലെ റീത്ത നിന്നു. ഞേ എന്നൊരു സ്വരം അവരറിയാതെ പൊന്തി. അവിശ്വസനീയതോടെ ചോദിച്ചു, ഡോക്ടറെ വിളിക്കണ്ട? വേണ്ട. അതേ ഗൗരവം. എന്താ വേണ്ടാത്തത്? ഒരു ഡോക്ടർ വിചാരിച്ചാൽ സുഖപ്പെടുത്താനാവില്ല എൻ്റെ വിഷമം. മോളെ, നീ എന്താണ് ഈ പറയുന്നതൊക്കെ? എനിക്കാകെ ഭയമാകുന്നു. എന്തിനു ഭയപ്പെടണം? എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടോ? മോളെ, നീ തന്നെയാണോ ഇത്? റീത്തയുടെ കണ്ണുകൾ തുറിച്ചു. അതെ, ഞാൻ തന്നെ. ഐവി തന്നെ. എനിക്കൊരു സത്യം അറിയണം. അത് ഡോക്ടർക്ക് അറിയാവുന്നതല്ല, ഇവിടെ നിന്ന് അറിയേണ്ടുന്ന സത്യം. അത് പറഞ്ഞാൽ മതി. മമ്മിയുടെ പൊന്നുമോൾക്ക് എന്തറിയണം? എന്ത് സത്യമാണ് അറിയേണ്ടത്? ചോദിക്കൂ. മോളെ, മമ്മി എന്തെങ്കിലും മറച്ചിട്ടുണ്ടോ? മറയ്ക്കാൻ ഈ മമ്മിക്ക് കഴിയുമോ? റീത്തിയുടെ നെഞ്ചിലൊരു വിറയൽ ബാധിച്ചു. ഐവി തുറിച്ചു നോക്കി ഒരു നിമിഷം കൂടി നിന്നു. ചോദിക്കൂ കുട്ടാ. എന്നെ പ്രസവിച്ചത് ആരാണ്? ഒട്ടും അറയ്ക്കാതെ പതറാതെയുള്ള ഉറച്ച ചോദ്യം. 1000 തലയുള്ള നാഗത്താൻ ആഞ്ഞു കൊത്തിയതുപോലെ വിറങ്ങലിച്ച് നിന്നുപോയി റീത്ത. അവരുടെ കയ്യിലുണ്ടായിരുന്ന ചായക്കപ്പും സോസറും വഴുതി തറയിൽ വീണുടഞ്ഞു ചിതറി. ചായ തറയിൽ പരന്നൊഴുകി. ഇതാ തകർന്നു, എല്ലാം തകർന്നു, എല്ലാം. വീശിയടിക്കുന്ന കൊടുങ്കാറ്റ് പോലും നിന്നിരിക്കുന്നു. ആടിയുലിയുന്ന മരച്ചില്ലകളും നിന്നു. ഈ പ്രപഞ്ചം തന്നെ നിശ്ചലം. റീത്തയുടെ നെഞ്ചിടിപ്പ് പോലും നിന്നു. എന്താ മിണ്ടാത്തത്? ഞാൻ ചോദിച്ചത് കേട്ടില്ലെന്നുണ്ടോ? പറയൂ, എന്നെ പ്രസവിച്ചത് ആരാണ്? ഐവി വീണ്ടും ചോദിച്ചു. അവൾക്ക് ആ ചോദ്യത്തിന് ഉത്തരം കിട്ടിയേ മതിയാവൂ. റീത്ത തളർന്നു. സ്വന്തം ശരീരത്തിൻ്റെ ഭാരം വല്ലാതെ കൂടി താങ്ങാനാവാതെ തളരുന്ന കാലുകൾ. റീത്ത ഭിത്തിയിലേക്ക് ചാരി നിന്നു. ഐവി അവരുടെ അടുത്തേക്ക് ഇത്തിരി കൂടി നീങ്ങി നിന്നു. പറയൂ, മമ്മിയാണോ? അല്ല എന്ന് പറയാൻ റീത്തയ്ക്ക് നാവ് ഉയർന്നില്ല. നാവ് തളർച്ച ബാധിച്ച് നിശ്ചലം കിടക്കുന്നു. പക്ഷെ പറഞ്ഞേ പറ്റൂ. ഐവി വെറുതെ ചോദിക്കുന്നതല്ല. ശക്തമായ ഏതോ കേന്ദ്രം അവൾക്ക് അറിവ് നൽകിയിരിക്കുന്നു. സത്യം അറിഞ്ഞിട്ട് തന്നെയാണ് ചോദിക്കുന്നത്. മറയ്ക്കുന്നതിൽ അർത്ഥമില്ല. റീത്തയുടെ വലതുകരം മെല്ലെ ഉയർന്നു. മെല്ലെ. പിന്നെ ആ കൈപ്പത്തി മെല്ലെ ആടി. ആ കൈപ്പത്തി പറഞ്ഞു അല്ല എന്ന്. അതോടൊപ്പം അവരുടെ കണ്ണുകൾ തുളുമ്പി ഒഴുകി. അധരങ്ങൾ വല്ലാതെ വിതുമ്പി പൊട്ടി. അവർക്ക് നിലവിളിക്കാൻ കഴിഞ്ഞില്ല. അവിടെ തളർന്നു വീഴുമെന്ന് തോന്നിയ അവസാന നിമിഷത്തിൽ എല്ലാ ശക്തിയും സംഭരിക്കാൻ ശ്രമിച്ച റീത്ത ആ മുറിയിൽ നിന്നിറങ്ങി ഓടി. സ്വന്തം മുറിയിലേക്ക്. അവിടെ പൊട്ടിത്തകരുന്ന ഒരമ്മയുടെ ആർത്തനാദം ഐവി കേട്ടു. മമ്മിയുടെ ചിരിയെ അവൾ നാളിതുവരെ കേട്ടിട്ടുള്ളൂ. പക്ഷേ ഇന്നവർ കരയുന്നു. താൻ അവരെ കരയിച്ചു. ആ സങ്കടം, വിങ്ങിപ്പൊട്ടൽ, കൈ ഉയർത്തിയുള്ള അല്ല എന്നു പറച്ചിൽ, തീവ്ര നൊമ്പരത്തിൻ്റെ മുഹൂർത്തം. പക്ഷേ സത്യമറിയാതെ ഐവിക്ക് വയ്യ. സ്വന്തം മാതാപിതാക്കൾ ആരെന്നറിയാൻ തീർച്ചയായും അവൾക്ക് അവകാശമുണ്ട്. ഇന്നുവരെയും ഒരമ്മയ്ക്കും നൽകാനാവാത്ത സ്നേഹവും വാത്സല്യവും തനിക്ക് തന്നതാണ് മമ്മി. എന്നാലും സത്യം എന്തെന്ന് ചോദിക്കാതിരിക്കുന്നത് എങ്ങനെ? ബാക്കി കൂടി ചോദിക്കണം, ചോദിച്ചറിയണം. ഐവി മെല്ലെ ചെന്നു. കരയുകയാണ് അപ്പോഴും റീത്ത. മമ്മി, ഐവി വിളിച്ചു.
ഒരാന്തലോടെ റീത്ത ചാടി എഴുന്നേറ്റ് അവളെ കെട്ടിപ്പുണർന്നു. എൻ്റെ പൊന്നുമോളെ, ഞാനാണ് നിൻ്റെ മമ്മി, അല്ലെന്ന് എൻ്റെ മോള് പറയുമോ? കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ മോളെ കരുതുന്ന ഞാൻ തന്നെയാണ് നിൻ്റെ മമ്മി, അല്ലെന്ന് ആരാ പറഞ്ഞത്? പ്രസവിച്ചാൽ മാത്രമേ ഒരാൾക്ക് മമ്മിയാകാൻ അവകാശമുള്ളോ? റീത്ത വിങ്ങി പൊട്ടുകയാണ്. മമ്മി എൻ്റെ മമ്മി തന്നെയാണ്. എന്നെ എത്രമാത്രം സ്നേഹിച്ചിട്ടുണ്ടെന്ന് അറിയാം. ഞാൻ ഇക്കാര്യത്തിൽ ഭാഗ്യം ചെയ്ത മകളാണ്. എന്നാലും എന്നെ പ്രസവിച്ചത് ആരാണെന്നറിയാൻ എനിക്ക് അവകാശമില്ലേ? മോളോട് ഇതൊക്കെ ആരാണ് പറഞ്ഞു തന്നത്? റീത്ത ആന്തലോടെ ചോദിച്ചു. ഒരാൾ പറഞ്ഞു. ആരായാലെന്താ? എന്നാലും എന്തെല്ലാം ശ്രമപ്പെട്ടിട്ടും മോളതറിഞ്ഞു. റീത്തയ്ക്ക് കരയാനേ കഴിഞ്ഞുള്ളൂ. സത്യം ഒരിക്കലും മുഴുവൻ മണ്ണിൽ പുതയുകയില്ല. അതെന്നെങ്കിലും പുറത്തു വരും, എന്നെങ്കിലും. പറയൂ, എൻ്റെ അമ്മ ആരാണ്? മമ്മിക്ക് അറിയോ? എനിക്കറിയില്ല മോളൂ. കള്ളം, പച്ചക്കള്ളം. മമ്മി എന്നോട് കള്ളം പറയുന്നു. ഐവി വിരൽ ചൂണ്ടി. എൻ്റെ മോളോട് ഈ മമ്മി ഒരിക്കലും കള്ളം പറയില്ല. നിന്നാണേ മമ്മിക്കതറിയില്ല. എൻ്റെ അച്ഛൻ ആരാണ്? അതും എനിക്കറിയില്ല കുട്ടാ, എനിക്കറിയില്ല. റീത്ത നെഞ്ചു പൊത്തിപ്പിടിച്ചു. ഞാനത് വിശ്വസിക്കണോ? ഞാൻ പിന്നെ ആരാണെന്ന് കരുതിയാണ് എന്നെ വളർത്തിയത്? ഐവിയുടെ ശബ്ദം കനത്തു. നീ എൻ്റെ മകളാണ്, നീ എൻ്റെ നിധിയാണ്. നിന്നെ കിട്ടിയ ആ നിമിഷം മുതൽ ഇന്നോളം നീ എനിക്ക് നിധി തന്നെയാണ് മോളെ. കിട്ടിയ നിമിഷം. ഐവി വെറുതെ ആവർത്തിച്ചു. എങ്ങനെയാണ് കിട്ടിയതെന്ന് പറയൂ. മുഷിഞ്ഞു നാറിയ ഉടുപ്പും പാറിപ്പറന്ന തലയുമായി തെരുവോരത്തിരുന്ന് കരഞ്ഞ നിന്റെ പപ്പ എടുത്തുകൊണ്ട് വന്നു. ഇതിനി നമ്മുടെ കുഞ്ഞാണെന്ന് പറഞ്ഞു. വിവാഹം നടന്നിട്ട് 2 വർഷമായിരുന്നു അന്ന്. നമുക്കിനി കുട്ടികൾ ഉണ്ടായാലും ശരി, ഇവളായിരിക്കും മൂത്ത കുട്ടി. ഒരിക്കലും മറിച്ച് നമ്മൾ കരുതരുത് എന്നും പറഞ്ഞു. അതാണ് പ്രായശ്ചിത്തം. ഐവി പുച്ഛിച്ചു. പ്രായശ്ചിത്തം? റീത്തയ്ക്കും മനസ്സിലായില്ല. അതെ, എന്നെ കിട്ടിയത് തെരുവോരത്ത് നിന്നല്ല, എൻ്റെ വീട്ടുമുറ്റത്ത് വെച്ചാണ്. മോളെ, നീ എന്താണ് ഈ പറയുന്നത്? സത്യം മാത്രം. എൻ്റെ വീട്ടുമുറ്റത്ത് നിന്ന്. ഞാൻ ആ വീട്ടുമുറ്റത്ത് എങ്ങനെ അതുപോലെ എത്തിയെന്നറിയാമോ? ഞാൻ എങ്ങനെ അനാഥയായി എന്നറിയാമോ? എൻ്റെ പൊന്നുമോളെ, നീ ഇങ്ങനെ ഒന്നും പറയാതെ. എനിക്കാകെ ഭയമാകുന്നു. എന്തിനാണ് ഭയപ്പെടുന്നത്? മമ്മി തെറ്റുകാരിയാണോ? റീത്തയ്ക്ക് ആകെ ഒരു സ്തംഭനാവസ്ഥയാണ്. എന്നെ പ്രസവിച്ചത് ഒരു വേശ്യയാണ്, ആനിയമ്മ എന്ന വേശ്യ. അറിയാമോ മമ്മിക്ക്? റീത്ത കണ്ണുമിഴിച്ചു നിന്നു. എൻ്റെ അപ്പൻ ഒരു ലോറി ഡ്രൈവറായിരുന്നു. എൻ്റെ അപ്പനെ കൊന്നതാണ്. മകൾ പറയുന്നതൊന്നും റീത്തയ്ക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. താൻ പോലും ഇന്നേവരെ അറിയാത്ത സത്യങ്ങൾ ഇതൊക്കെ എങ്ങനെ ഇവളറിഞ്ഞു? ആര് പറഞ്ഞു? മോളെ, റീത്ത സങ്കടം മറച്ച് സാന്ത്വനിപ്പിക്കാൻ ശ്രമിച്ചു. എൻ്റെ മോളെ പ്രസവിച്ചത് ആരുമാകട്ടെ, നിൻ്റെ അപ്പൻ ആരുമാകട്ടെ, അതൊക്കെ എന്നോ കഴിഞ്ഞ കാര്യങ്ങൾ. ഇതൊക്കെ ആർക്കാ അറിയേണ്ടത്? അറിയേണ്ടവരും കാണും മമ്മി. ഞാൻ ഒന്നും അന്വേഷിച്ചിട്ടില്ല. നീ ആരുമായിക്കൊള്ളട്ടെ, നീ എൻ്റെ മകളാണ്. ഞാൻ പ്രസവിച്ച മകൾ എന്നേ കരുതിയിട്ടുള്ളൂ. നിന്നെ കിട്ടുമ്പോഴും ഞാൻ കരുതിയിരുന്നു നിനക്കും കൂട്ടിനായി സഹോദരങ്ങളെ തരാൻ എനിക്ക് കഴിയുമെന്ന്. വർഷങ്ങൾ പോകെ പ്രാർത്ഥനയും നേർച്ചയും വഴിപാടുകളുമായി നാളുകൾ ഒടുങ്ങിയപ്പോൾ ഞാൻ തീർച്ചയാക്കി, ഒരിക്കലും മറ്റൊരു കുഞ്ഞിനെ എനിക്ക് കിട്ടുകയില്ലെന്നറിഞ്ഞ് ദൈവം നിന്നെ എനിക്ക് നൽകിയതാണെന്ന്. ദൈവം? ആരാണാ ദൈവം? പപ്പയാണോ ദൈവം? ഐവിയുടെ സ്വരത്തിലെ കനവും അടങ്ങിയിരിക്കുന്ന വെറുപ്പും റീത്ത ഉത്കണ്ഠയോടെ അറിഞ്ഞു. അതും ദൈവം തന്നെയാണ് മോളെ, എൻ്റെ കാണപ്പെട്ട ദൈവം. പ്രസവിക്കാൻ കഴിയാത്ത എന്നോട് ഒരിക്കൽ പോലും മുഖം മുഴിഞ്ഞു പോലും സംസാരിക്കാത്ത എൻ്റെ ദൈവമാണ് അദ്ദേഹം. ശരിയാണ്, ഒരാളുടെ ദൈവം മറ്റൊരാൾക്ക് കാലനാവുന്നു. ഐവി സ്വയം മറന്ന നിമിഷം റീത്തയുടെ കരം അവളുടെ വലത് കവിളിൽ ആഞ്ഞു പതിച്ചു. ഒരു നിമിഷത്തിൻ്റെ 100 ഭാഗത്തെ പാളിച്ച. അതാണ് റീത്തയ്ക്ക് സംഭവിച്ചതും. അവർ സ്തംഭിച്ചു നിന്നുപോയി. ദേഹം ആസകലൊരു വിറയൽ, കൈക്കൊരു മരവിപ്പ്. മോളെ റീത്ത പൊട്ടിക്കരഞ്ഞു. ഞാൻ എൻ്റെ മോളെ തല്ലി. വിറയാർന്ന കര ഉയർത്തി റീത്ത മകളുടെ കവിളിൽ തലോടാൻ ശ്രമിച്ചു. വേണ്ട. ഐവി ഒരടി പിന്നോക്കം മാറി. ഇനിയും ഈ കൈ ഉയരേണ്ടതാണ്. എന്നെ തല്ലാൻ ഈ കാലുയരേണ്ടതാണ്. എന്നെ ചവിട്ടി പുറത്താക്കാൻ. നീ എന്തൊക്കെയോ പറയുന്നു, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. പറയൂ, മമ്മിയോട് തുറന്നു പറയൂ. മറ്റുള്ളവർ തെറ്റ് ചെയ്യുമ്പോൾ കോടതിയിൽ അവർ വിസ്തരിക്കപ്പെടുന്നു. നോക്കുകുത്തി പോലെ നിൽക്കുന്ന അവർക്കുമേൽ തെളിവുകളും സാക്ഷിമൊഴികളും ചങ്ങലയാകുന്നു. അവരെ കൽത്തുറുങ്കിൽ അടയ്ക്കുവാൻ അല്ലെങ്കിൽ കഴുമരത്തിലേറ്റുവാൻ ഇവിടെ നിയമമുണ്ട്. നിയമവും നിയമത്തിൻ്റെ പിരിവുകളും എടുത്തുദ്ധരിച്ച് അവരെ രക്ഷിക്കാൻ സർക്കാർ ഒരാളെ നിയമിച്ചിട്ടുണ്ട്. കല്ലേ പിളർക്കുന്ന വിധികൾ പുറപ്പെടുവിക്കാൻ. ആ ജഡ്ജി കുറ്റം ചെയ്താലോ? തെളിവുകളും സാക്ഷികളും നശിപ്പിക്കപ്പെട്ടാലോ? ആര് ശിക്ഷിക്കും? മമ്മി പറയൂ, ആര് ശിക്ഷിക്കും? സ്തംഭിച്ചു നിന്നിരുന്ന റീത്ത എടുത്തു ചോദിച്ചു. എന്താ പറഞ്ഞത്? ജഡ്ജി കുറ്റം ചെയ്താൽ? യേസ് മമ്മി, ജഡ്ജി കുറ്റം ചെയ്താൽ ആര് ശിക്ഷിക്കും? മോൾ പറഞ്ഞതിനർത്ഥം ഇവിടെ ഒരു ജഡ്ജി കുറ്റം ചെയ്തു. മമ്മിയുടെ ഭർത്താവ് സെഷൻസ് ജഡ്ജി ജോൺ ഫ്രാൻസിസ്.
മോളെ, റീത്തയ്ക്ക് നാവിറങ്ങുകയാണ്. എന്തു കുറ്റം? ഒരു കൊലപാതകം 18 വർഷം മുമ്പ്. അതെ, ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, ഒരു ലോറി ഡ്രൈവറെക്കുറിച്ച്. എൻ്റെ അപ്പനെ കൊന്നു ഇന്നത്തെ എൻ്റെ പപ്പ. എന്നിട്ട് എന്നെ അനാഥയാക്കി എടുത്തു വളർത്തി. എന്തിനു വേണ്ടി ഇത് ചെയ്തു? റീത്തയ്ക്ക് തല കറങ്ങി, ചെവി കൊട്ടിയടിച്ചു. അവർ തളർന്ന് വീണ്ടും കിടക്കയിലേക്ക് തന്നെ വീണു. എന്തിനു കൊന്നു? എൻ്റെ അപ്പൻ എന്തു ചെയ്തിട്ടാണ് നിഷ്ഠൂരമായി കത്തി ഇറക്കിയത്? അതുകൂടി കേൾക്കൂ. മമ്മയുടെ കാണപ്പെട്ട ദൈവം. വിവാഹം കഴിഞ്ഞ് 2 വർഷം ആയുള്ളൂ എന്ന് പറഞ്ഞല്ലോ. ആ കാലത്തും രാത്രി തോറും തെരുവോരത്തെ കുടിലുകളിൽ വാതിലുകൾ പൊക്കിയിരുന്നു. അതിലൊരു കുടിൽ എൻ്റേതായിരുന്നു. വാതിൽ തുറന്നു കൊടുത്തവരിൽ ഒരാൾ എൻ്റെ അമ്മയായിരുന്നു, ആനിയമ്മ എന്ന വേശ്യ. അരുത്, ഇനി പറയണ്ട, എനിക്ക് കേൾക്കണ്ട. റീത്ത തളർന്ന് കൈയെടുത്ത് വിലക്കി. പറയൂ, ഇതുകൂടി മമ്മി കേൾക്കൂ. മറ്റാരോടാണ് ഞാനിത് പറയുക? ഐവി ഇടറുക തന്നെ ചെയ്തു. ലോറിയും കൊണ്ട് നാട് മുഴുവൻ സഞ്ചരിക്കുന്ന എൻ്റെ അപ്പൻ വരാതിരിക്കുന്ന ദിവസങ്ങളിൽ ആ കുടിലിൽ എൻ്റെ അമ്മയ്ക്ക് പപ്പ കൂട്ടിനുണ്ടായിരുന്നു. ഒരു ദിവസം എൻ്റെ അപ്പൻ വന്നു കണ്ടു. പിന്നെന്ത് നടക്കാൻ? കൊല്ലുകയല്ലാതെ. നിയമം കയ്യിലൊതുക്കി പിടിക്കുന്ന ഒരാൾക്ക് രക്ഷപ്പെടാനാണോ പഴുതുകളില്ലാത്തത്? രക്ഷപ്പെട്ടു. എൻ്റെ അമ്മ കൂട്ടുനിന്നു എല്ലാറ്റിനും. ഒടുവിൽ ഞാൻ അനാഥയായി. ഒരു പെൺകുഞ്ഞായി എന്നെ ആർക്കു വേണം? വിശന്നിട്ടോ അനാഥത്വത്തെ ഭയന്നോ ആകാം മുറ്റത്തിരുന്ന് കരഞ്ഞത്. എൻ്റെ അപ്പനെ കൊന്ന കരങ്ങൾ എന്നെ എടുത്ത് താലോലിച്ചു. പച്ച ചോരയുടെ ഗന്ധം എനിക്കറിയാൻ കഴിയാതെ പോയി. ഇനിയും ഞാൻ ആ ചോരയുടെ മണം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ 18 വർഷം മുമ്പ് ഹോമിക്കപ്പെട്ട എൻ്റെ അപ്പൻ്റെ ജീവൻ ഇനി എനിക്ക് സ്വസ്ഥത തരില്ല. മോളെ, നീ എന്താണ് പറയുന്നത്? റീത്ത വിക്കി. അന്ന് വേശികളെ തപ്പി നടന്ന ഒരാൾ ഇന്നും ആ വഴികൾ മറന്നിരിക്കാനിടയില്ല. മോളെ, അരുത്. കൊലപാതകിയും വ്യഭിചാരിയുമായ ഒരാൾ മമ്മിക്ക് ദൈവമായിരിക്കാം, പക്ഷേ എനിക്കല്ല. ഐവിയുടെ ദൃഢസ്വരം. പ്രത്യേകിച്ചും എൻ്റെ അപ്പൻ്റെ ചോര പുരണ്ട കൈകളെ ഞാൻ അറയ്ക്കുന്നു. എൻ്റെ അപ്പൻ്റെ മരണം കണ്ട ആ കണ്ണുകളെ ഞാൻ ഭയപ്പെടുന്നു. എൻ്റെ അപ്പനെ കൊന്നിട്ടും യാതൊരു ചാഞ്ചല്യവുമില്ലാതെ എൻ്റെ പപ്പ ചമയുന്ന ആ മനുഷ്യനെ ഞാൻ വെറുക്കുന്നു. അട്ടയെപ്പോലെ, പുഴുവിനെപ്പോലെ. റീത്തയ്ക്ക് ശബ്ദമില്ലായിരുന്നു, ചലനമില്ലായിരുന്നു. പപ്പ എന്ന ഒരു വിളിയിൽ ഒരു കടലോളം സ്നേഹം അലിയിച്ചു ചേർത്തിരുന്ന അതേ നാവുകൊണ്ട് തന്നെ പറയുന്നു, അട്ടയെപ്പോലെ, പുഴുവിനെപ്പോലെ വെറുക്കുന്നുവെന്ന്. എന്താണ് കാരണം? അവളുടെ അപ്പനെ കൊന്നു. അവളുടെ അമ്മയുടെ മാംസത്തിന് കൊതി പൂണ്ട് നുറുക്കി തിന്നാൻ ചെന്നത് കണ്ടുപിടിക്കപ്പെട്ടതിന്. ഒരു വ്യഭിചാരിക്ക് മാനം രക്ഷിക്കാൻ ചെയ്യേണ്ടി വന്നത് കൊലപാതകം. വ്യഭിചാരി ആര്? അദ്ദേഹമോ? വ്യഭിചാരി ആര്? അദ്ദേഹമോ? തൻ്റെ ജോണിച്ചായനോ? തല തല്ലി ചാകാൻ തോന്നി. നീയാണെൻ്റെ സർവസ്വവും, നീയാണെൻ്റെ സ്വർഗം എന്ന് 50 വയസ്സിലും പറയുന്ന തൻ്റെ ജോണിച്ചൻ വ്യഭിചാരിയാണെന്നോ? ശാന്തമായ ആ മുഖവും സ്നേഹം കിനിഞ്ഞു നിറയുന്ന കണ്ണുകളും കപടതയുടെ മുഖംമൂടിയാണെന്നോ? ഈശോയെ, ഇനി ജീവിക്കണ്ട. എന്തിനു ജീവിക്കണം? ജീവിതത്തെ വല്ലാതെ സ്നേഹിച്ചു പോയിരുന്നു. ദൈവത്തെപ്പോലെ അരികിൽ ജോണിച്ചൻ, ഒരു നിധി പോലെ മകൾ. ഇരുവരുമായിരുന്നു തൻ്റെ ലോകം. മകളിതാ ആ ലോകത്തിൽ നിന്ന് ഇറങ്ങി പുറത്തു നിൽക്കുന്നു. ജോണിച്ചനോ? ഇനി ആ ലോകത്തേക്ക് ജോണിച്ചന് കടന്നു വരാൻ കഴിയുമോ? ഐവി പറഞ്ഞതുപോലെ അറയ്ക്കുന്നു. അട്ടയെപ്പോലെ, പുഴുവിനെപ്പോലെ. റീത്ത തല ഉയർത്തുമ്പോൾ അരികിൽ ഐവിയില്ല. അവൾ പോയിരിക്കുന്നു. താൻ കരയുന്നത് കണ്ടിട്ടും ഒന്നും സാന്ത്വനിപ്പിക്കാതെ. ഓ, കരയിച്ചത് തന്നെ അവളാണല്ലോ. തല്ലുന്ന കരങ്ങൾ കൊണ്ട് തലോടാനും അവൾക്ക് കഴിയുമോ? കഴിഞ്ഞിരുന്നെങ്കിൽ. അവളെവിടെ? അവളുടെ മുറിയിലാണോ? എന്തെടുക്കുന്നു? കരയുകയാണോ? ഒന്ന് നോക്കാൻ കഴിഞ്ഞെങ്കിൽ. പക്ഷെ കഴിഞ്ഞില്ല. അനങ്ങാൻ പിന്നെങ്ങനെ എഴുന്നേറ്റ് ചെന്ന് നോക്കും? ആ വീട് പൊട്ടിച്ചിരിയുടെ മാലപ്പടക്കങ്ങൾക്ക് തിരികൊളുത്തിയ വീടായിരുന്നു ഏതു നിമിഷവും. പക്ഷേ ആ ചിരി നഷ്ടമായിരിക്കുന്നു. ആരോ ആ പൊട്ടിച്ചിരി നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. ആരാണ്? അറിഞ്ഞുടൻ ചോദ്യം ചെയ്ത മകളോ? 18 വർഷം മുമ്പ് തെറ്റ് ചെയ്ത പപ്പായോ? അത് ആർക്കറിയാം? നിമിഷങ്ങൾക്ക് കനം വെച്ചു. മെല്ലെ ഇഴഞ്ഞു നീങ്ങി. അങ്ങനെ നീങ്ങി പോകവേ ആ നിശബ്ദതയിലേക്ക് കാർ ചീറിപ്പാഞ്ഞു വന്ന് നിന്നു. പതിവ് പോലെ ഓടിപ്പാഞ്ഞു വന്ന് വാതിൽ തുറക്കാൻ മകളില്ല. മോളെവിടെ? ജോൺ ഫ്രാൻസിസ് തറഞ്ഞു നിന്നു. വാതിൽ തുറന്ന വേലക്കാരിയെ നോക്കുക പോലും ചെയ്യാതെ ജോൺ അകത്തേക്ക് നടന്നു. കൊച്ചമ്മ കിടക്കുവാണ്. പിന്നിൽ നിന്ന് അവൾ പറഞ്ഞു, തൻ്റെ കടമ പോലെ. ജോൺ ഫ്രാൻസിസ് ഒന്ന് നിന്നു. നര വീണിട്ടും ചുളിവ് വീഴാത്ത ആ മുഖത്ത് ഉത്കണ്ഠ പെരുകുന്നത് അവർ കണ്ടു. മോളെവിടെ? മോളും മുറിയിലുണ്ട്. ജോൺ ധൃതിയിൽ മുറിയിലെത്തി. റീത്ത കിടക്കുന്നു. മോൾ അവിടെ ഇല്ല. റീത്ത, ഹേയ്, എന്തു പറ്റി റീത്ത? ജോൺ ഉത്കണ്ഠയോടെ ചോദിച്ചു. റീത്ത തിരിഞ്ഞു. മെല്ലെ എണീറ്റു. അവരുടെ കണ്ണുകളിൽ ആളിപ്പടർന്നിരുന്ന തീ കണ്ട് ജോൺ ഒന്ന് പകച്ചു പിന്നോക്കം നിന്നുപോയി. ഒരു നടുക്കം നെഞ്ചിൽ പാറി. പറ്റിയത് എനിക്കല്ല, നിങ്ങൾക്ക്. 18 വർഷം മുമ്പ് കോളനി തെരുവിലെ ഒരു കുടിലിൽ വെച്ച്. മറന്നിട്ടുണ്ടാവില്ല അവളെ.
ആനിയമ്മ എന്ന വേശ്യയെ ഓർക്കുന്നോ? എന്താണെന്ന് നിങ്ങൾക്ക് പറ്റിയതെന്ന് ഞാൻ പറയാം. ചോര, ഒരാളുടെ പച്ച ചോര നിങ്ങളുടെ കയ്യിൽ പറ്റി. റീത്ത കിതച്ചു. ജോൺ വേച്ച് ബെഡിലേക്ക് ഇരുന്നു പോയി. പൂവിതൾ കൊണ്ടൊരു കൂമ്പാരം, അനേകം പൂക്കളുടെ ഇതളുകൾ, തേനീറ്റ് നിൽക്കുന്ന സൗരഭ്യവും മനോഹാരിതയും നിറഞ്ഞ വർണ്ണപ്പൂക്കൾ. ഒരു കൂമ്പാരം. ആ മനോഹാരിതയിലേക്ക് സൗരഭ്യം അനുഭവിക്കാൻ, തേൻ നുകരാൻ ഒക്കെ ആർത്തി പൂണ്ട് പാഞ്ഞെടുക്കവേ, അതിനുള്ളിലേക്ക് നൂണ്ട് കയറവേ അറിയുന്നു അത് പൂവിൻ്റെ കൂമ്പാരമല്ലെന്ന്, കനൽ കൂമ്പാരമാണെന്ന്. ചാരം കെട്ട് മുകളിൽ മൂടിക്കിടന്നപ്പോൾ, വർണ്ണവിളക്കുകൾ മുൻപിൽ പ്രകാശിച്ചപ്പോൾ പൂവാണെന്ന് തോന്നിയതാണെന്ന്. കനലിനുള്ളിലിരുന്ന് ചങ്കും കരളും വെന്ത് നീറി. ജോൺ ഫ്രാൻസിസ് ആ കനൽ കൂമ്പാരത്തിനുള്ളിലായി പോയി. പക്ഷെ പുറത്തേക്ക് ഇറങ്ങാനാവുന്നില്ല. വീണ്ടും വീണ്ടും ആ കനലിനുള്ളിലേക്ക് പൂഴ്ത്തപ്പെടുന്നു, പൊള്ളുന്നു, വേകുന്നു. ഓർത്തില്ല ചാരം മൂടിക്കിടന്ന കനലാണെന്ന്, പൂക്കൾ കൂട്ടിയിട്ടിരിക്കുകയാണെന്ന്. എന്തിനു ധരിച്ചു? ജോണിന് ഉത്തരമില്ല. ഉത്തരം ജോണിന് അറിയില്ല. പക്ഷേ പറഞ്ഞേ തീരൂ. ചോദിച്ചത് റീത്തയാണ്. മനസ്സ് തുറന്നു തന്നെ സ്നേഹിക്കുന്ന, താനെന്നാൽ ഈ പ്രപഞ്ചമെന്ന് വിശ്വസിക്കുന്ന റീത്ത. അവളോട് എന്ത് മറുപടി പറയും? അവളോട് മാത്രം കള്ളം പറയാനാവില്ല, ഒരിക്കലും പറയാനാവില്ല. എന്താണ് നിങ്ങളൊന്നും മിണ്ടാത്തത്? റീത്ത വീണ്ടും ചോദിച്ചു. റീത്ത, പ്ലീസ് എന്നോടൊന്നും ചോദിക്കരുത്, ദയവായി. ഞാൻ നിന്റെ കാലിൽ വീഴാം, എന്നാലും ചോദിക്കരുത്. ജോണിൻ്റെ സ്വരം ദയനീയമായിരുന്നു. ഹൃദയം പൊട്ടി തുറന്നൊഴുകുന്ന രക്തം പോലെ ആ ശരീരം വിയർപ്പിൽ നനഞ്ഞു വല്ലാതെ കിതച്ചു. ചോദിക്കും, എനിക്ക് മറുപടി വേണം, ഇപ്പോൾ വേണം. അല്ലാതെ റീത്ത ഒരു നിമിഷം ഇനി മുന്നോട്ട് പോകില്ല. ജീവിതം റീത്തയ്ക്ക് എന്നേ നിർത്താമായിരുന്നു. തടഞ്ഞതാരെന്നോ? നിങ്ങൾ എനിക്ക് തന്ന സ്നേഹവും വിശ്വാസവും, പിന്നെ നിങ്ങൾ നിധി പോലെ എന്നെ ഏൽപ്പിച്ച നമ്മുടെ മോളും. ഇതെല്ലാം നഷ്ടപ്പെടുന്ന ഒരു നിമിഷം റീത്തയ്ക്ക് പിന്നെ ജീവിക്കണ്ട. റീത്ത, നീ എന്താ പറഞ്ഞത്? ഇതൊക്കെ നഷ്ടപ്പെട്ടെന്നോ? എങ്ങനെ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ജോൺ ആകെ പരിഭ്രാന്തനായി. പറയൂ, എൻ്റെ മോളെവിടെ? ജോൺ വല്ലാതെ പരിഭ്രമത്തോടെ എഴുന്നേറ്റ് വാതിൽക്കിലേക്ക് നീങ്ങി. എൻ്റെ മോൾക്ക് എന്തു പറ്റി? മോളെ നിൽക്ക്. റീത്തയുടെ സ്വരം വല്ലാതെ കനത്തതായിരുന്നു. പിടിച്ചു നിർത്തിയതുപോലെ ജോൺ നിന്നുപോയി. മോൾ ഇവിടെയുണ്ട്, ഇവിടെ തന്നെ. മോളെ വിളിക്കാം, നിങ്ങൾക്ക് കാണാം. അതിനു മുമ്പ് എൻ്റെ ചോദ്യത്തിന് ഉത്തരം വേണം. അത് കഴിഞ്ഞേ മോളെ കാണാൻ സാധിക്കൂ. ചോദിക്കൂ റീത്ത, എന്താണ് നിനക്കറിയേണ്ടത്? ജോൺ നിസ്സഹായതയോടെ തിരിഞ്ഞു നടന്നു. ആ മുഖമാകെ വിജൃംഭിച്ച് പൊട്ടാൻ വെമ്പി. ധരിച്ചിരിക്കുന്ന പാൻസ് ഷർട്ടുമൊക്കെ വിയർപ്പിൽ നനയുകയാണ്. 18 വർഷം മുമ്പ് മരിച്ച ഒരു സ്ത്രീ, ആനിയമ്മ. അറിയുമോ നിങ്ങളവളെ? റീത്തയുടെ സ്വരത്തിൽ ദേഷ്യവും കരച്ചിലും കലർന്നിരുന്നു. ആനിയമ്മ? ജോൺ ആ പേര് പിറുപിറുത്തു. അതെ, പണ്ട് നമ്മൾ താമസിച്ച സ്ഥലം ഓർക്കുന്നുണ്ടാവും. നമ്മുടെ വീടിരുന്ന സ്ഥലം. അവിടുത്തെ കോളനിയിലെ ഒരു വേശ്യ. ആനിയമ്മ വേശ്യയായിരുന്നില്ല, പക്ഷേ ദേവതയായിരുന്നു. റീത്ത പരിഹസിച്ചു. എങ്കിൽ ദേവതയായിക്കോട്ടെ. ആ ദേവതയുടെ അടുത്ത് നിങ്ങൾ പോയിട്ടുണ്ടോ രാത്രിയിൽ? നീ പരിഹസിക്കുന്നു. പറയൂ, അവളുടെ അടുത്ത് പോയിട്ടുണ്ടോ? രാത്രിയിൽ തന്നെ പോയത് ആരും അറിയാതെ കുമ്പസാരിക്കാനായിരിക്കും. ദേവതയല്ലേ? റീത്ത രോഷത്തോടെ പറഞ്ഞു. വിവാഹം കഴിഞ്ഞ് 2 വർഷം. അന്നും മധുവിധ തീർന്നിട്ടില്ല. ഞാൻ ഓർക്കുന്നു. ആ കാലത്ത് പോലും എന്നെ തനിച്ചാക്കിയിട്ട് രാത്രിയിൽ നിങ്ങൾ കണ്ട പെണ്ണുങ്ങളുടെ അടുത്ത്. ചീ! ജോൺ കണ്ണുകൾ ഇറുകെ പൂട്ടി. അവളുടെ ഭർത്താവിനെ അറിയാമോ? ഒരു ലോറി ഡ്രൈവർ. റീത്ത! ജോൺ നടുങ്ങി തിരിഞ്ഞു. പേടിച്ചു പോയോ? റീത്ത ചോദിച്ചു. നിങ്ങളുടെ രാത്രി കുമ്പസാരം കണ്ടുവന്ന അയാളെ നിങ്ങൾ കൊന്നു, ശവം ഒളിപ്പിച്ചു. തലയ്ക്കടിയേറ്റതുപോലെ ജോൺ മിഴിച്ചപടി നിന്നുപോയി. 18 വർഷങ്ങളായി നിങ്ങൾ എന്നെ വഞ്ചിച്ചു. നാടിനെ ഒന്നാകെ വഞ്ചിച്ചു. മാന്യതയുടെ ഈ വേഷത്തിൽ നിങ്ങൾ വിധിന്യായങ്ങൾ വായിച്ചു. കറുത്ത കോട്ടിട്ട് നിങ്ങൾ ഒരുപാട് പേർക്ക് ശിക്ഷ വാങ്ങിക്കൊടുത്തു. പിന്നെ നിങ്ങൾ വിധിച്ചു. ഓരോ കുറ്റവാളിയിലും നിങ്ങൾ നിങ്ങളുടെ മുഖം കണ്ട് ഞെട്ടിയില്ലേ? ഓരോ വിധിയും നിങ്ങൾ എഴുതിയത് ഒരുത്തൻ്റെ ചോരയിൽ തൂലിക മുക്കിയിട്ടല്ലേ? അല്ലെങ്കിൽ അല്ലെന്ന് പറയൂ. റീത്ത പൊട്ടിത്തെറിക്കുകയാണ്. അതെ, ജോൺ ഇടർച്ചയോടെ സമ്മതിച്ചു. ഓരോ കുറ്റവാളിയിലും ഞാൻ എൻ്റെ മുഖം കണ്ടു. ഓരോ വിധിയും ഞാൻ എൻ്റെ രക്തം കൊണ്ടെഴുതി. ആരോടും പറയാനാവാതെ വേദനയിൽ 18 വർഷം ഞാൻ എന്നെ തന്നെ ഉമിത്തിയിലിട്ട് നീറ്റി. ജോണിച്ച, റീത്ത ഇത്തവണ വിമ്മി പൊട്ടിക്കരഞ്ഞു. നിങ്ങൾക്ക് എങ്ങനെ കഴിഞ്ഞു ഒരാളെ കൊല്ലാൻ? ജോണിന് മറുപടിയില്ല. എന്നെ അല്ലാതെ മറ്റൊരുവളെ തൊടാൻ ജോണിച്ചന് എങ്ങനെ കഴിഞ്ഞു? മൗനം, തികഞ്ഞ മൗനം. ഇപ്പോഴും നിങ്ങൾ ഇത്തരം സ്ത്രീകളെ തേടി പോകുന്നുണ്ടോ? ഞാനാണെങ്കിൽ വന്ധ്യ. പിന്നെ നിങ്ങൾ പോകാതിരിക്കുമോ? റീത്ത, പ്ലീസ് പ്ലീസ്. ഇത്രയും കാലം എന്നോട് പോലും ഇതൊന്നും പറയാതിരിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിഞ്ഞു? നിങ്ങൾ കള്ളനാണ്, പെരും കള്ളൻ, ചതിയനാണ്, ക്രൂരനാണ്, കൊലപാതകിയാണ്. റീത്ത, നിങ്ങൾക്ക് എന്നെയും കൊല്ലാമായിരുന്നില്ലേ?
ഒരു കുഞ്ഞിക്കാല് കാണാൻ നേർച്ചയും പ്രാർത്ഥനയും കഴിച്ചുകൊണ്ടിരുന്നയാൾ ഒരു കുഞ്ഞിനെ അനാഥയാക്കി. ആ കുഞ്ഞിനെ എന്നെ ഏൽപ്പിക്കുമ്പോൾ പോലും നിങ്ങൾ കള്ളം പറഞ്ഞു. റീത്ത, നീ വേദനിക്കരുതെന്ന് കരുതി, നിന്റെ കണ്ണ് നനയരുതെന്ന് കരുതി, നീ എപ്പോഴും സന്തോഷമായിരിക്കണമെന്നും ചിരിക്കണമെന്നും കരുതി. അതുകൊണ്ട് ഞാൻ സത്യം മറച്ചു വെച്ചു. ഐവിമോൾ നമ്മുടെ കുഞ്ഞാണ്. നീ പ്രസവിച്ച കുട്ടി അങ്ങനെയല്ലാതെ നീ കരുതിയിട്ടുണ്ടോ? ഞാൻ കരുതിയിട്ടുണ്ടോ? ഞാനിത് പറഞ്ഞാൽ നിനക്ക് ഇത്രയധികം അവളെ സ്നേഹിക്കാനും സന്തോഷിക്കാനും കഴിയുമോ? 2.5 വയസ്സ് പോലും ആകാത്ത അവൾക്ക് നമ്മളല്ല പപ്പയും മമ്മിയും എന്ന ഓർമ്മ പോലുമില്ല. ആരും പറഞ്ഞറിയാതിരിക്കാൻ നമ്മൾ ആ നാട്ടിൽ നിന്നേ പോന്നു. നമ്മൾക്ക് ഇന്നുള്ള എല്ലാ സന്തോഷവും കളയാൻ വേണ്ടി ഞാനിതൊക്കെ പറയണമായിരുന്നോ റീത്ത? റീത്ത തറഞ്ഞു നിന്നു. ഒരിക്കലും നമ്മുടെ മോൾ അറിയരുത് ഇതൊന്നും. അവളെ നീ പ്രസവിച്ചതല്ലെന്നും. ജോണിച്ച, റീത്ത നിലവിളിച്ചു പോയി. കരയരുത് റീത്ത, കരയല്ലേ. നോക്കൂ, ഞാൻ എല്ലാം പറയാം, സംഭവിച്ചതെല്ലാം പറയാം. നിന്നോട് ഞാനിനി മറയ്ക്കുകയില്ല. തീർച്ച പറയാം. പക്ഷേ ഒരു കാര്യം മോളറിയരുത്, ഒന്നും അറിയരുത്. അവൾ തകർന്നു പോകും. നമ്മൾ ഇത്രയും പ്രായമെത്തിയവർ, ഈ കുരുന്നുപ്രായത്തിലേ അവളെ തകർക്കരുത്. നീ അവൾക്ക് മുമ്പിൽ കരഞ്ഞു കാട്ടരുത്. ഞാൻ ഈ 18 വർഷം സംഭരിച്ചതെല്ലാം പൊട്ടിത്തകരും, ചില്ലുകൊട്ടാരം പോലെ. ഓ ജീസസ്, ഞാൻ എന്തൊക്കെ പാടുപെട്ടു റീത്ത, നീ ഇതൊന്നും അറിയാതിരിക്കാൻ. എന്നിട്ടും നീ എല്ലാം അറിഞ്ഞു, എല്ലാം, ഒന്നും വിട്ടുപോകാതെ. ദൈവം എന്നെ കൈവിട്ടു. പറയൂ, ആരാണ് ഇവിടെ ഇന്ന് വന്നത്? ആരാണ് നിന്നോട് ഇതൊക്കെ പറഞ്ഞത് റീത്ത? ഞാനാണ്. വാതിൽക്കിൽ നിന്നും പെട്ടെന്നായിരുന്നു ആ സ്വരം, ഐവിയുടെ. ജോൺ ഞെട്ടിത്തിരിഞ്ഞു. ഒരു വെടിയുണ്ട നെഞ്ചിലേക്ക് പാഞ്ഞു കയറിയ ഞെട്ടൽ, വേദന, അമ്പരപ്പ്, ശ്വാസതടസ്സം. വീഴുകയാണോ? മരിക്കുകയാണോ? തകർന്നു. ഇതാ എല്ലാം ഇവിടെ അവസാനിച്ചു. മോളെ, നിലവിളിക്കുന്നത് പോലെയായിരുന്നു ജോൺ വിളിച്ചത്. മോൾ, ഐവി പറഞ്ഞു. മോളെ എന്ന് ആർക്കും വിളിക്കാമല്ലോ അല്ലേ? ജോൺ അവൾക്ക് മുമ്പിൽ തറയിൽ മുട്ടുകുത്തി നിന്നു, കൂപ്പുകൈകളുമായി. വിറയാർന്ന സ്വരത്തിൽ പറഞ്ഞു, പപ്പായുടെ മോൾ തളരരുത്. ഈ വീട് തകർക്കരുത്. ഞാൻ നിന്റെ പപ്പ തന്നെയാണ്. ഇവൾ നിന്റെ മമ്മി തന്നെയാണ്. അല്ല, ഐവിയുടെ സ്വരം ഉറച്ചതായിരുന്നു. ഞാൻ ചെറിയാൻ്റെ മകളാണ്. എന്നെ പ്രസവിച്ചത് ആനിയമ്മയാണ്. ഇന്നു മുതൽ ഞാൻ ഐവി ജോൺ ഫ്രാൻസിസ് അല്ല, ഐവി ചെറിയാനാണ്. മോളെ, ജോൺ തലക്കടിച്ചു. മക്കളില്ലാത്തവർ ഒരു അനാഥ കുട്ടിയെ എടുത്തു വളർത്തുന്നത് എനിക്ക് മനസ്സിലാക്കാം. പക്ഷേ ഒരു കുട്ടിയെ അനാഥയാക്കിയിട്ട് എടുത്തു വളർത്താൻ ഒരേ ഒരാൾക്കേ കഴിയൂ, ജോൺ ഫ്രാൻസിസിന് മാത്രം. ഐവി അതേ നിലയിൽ നിന്നുകൊണ്ട് തന്നെ പറഞ്ഞു. സൽപ്രവർത്തിക്ക് അവാർഡ് കിട്ടേണ്ടുന്ന ഏക വ്യക്തി. ശവത്തിൽ കുത്തരുത് മോളെ. ശരീരം അപ്പാടെ തീപിടിച്ച് ആളി പടരുകയാണ് ഞാൻ. എൻ്റെ നെഞ്ചും കയ്യും കാലും ഒക്കെ വലിഞ്ഞു മുറുകി പൊട്ടുകയാണ്, അറിയാമോ? എൻ്റെ അപ്പനെ കൊന്ന ഒരാളുടെ കരങ്ങളുടെ ലാളനയേറ്റ് ഞാൻ ഇത്ര കാലം കഴിഞ്ഞല്ലോ എന്ന ഓർമ്മ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുകയാണ്, അറിയാമോ? ഞാൻ ഏത് നരകത്തീയിൽ വീണാണ് ഈ പാപത്തിൻ്റെ ഫലം അനുഭവിക്കുക? പറയൂ. ഞാൻ എല്ലാം മൂടിവെച്ചു, മനസ്സമാധാനത്തോടെ ജീവിച്ചു വർഷങ്ങളോളം. പക്ഷേ ആത്മാവിനും ശരീരത്തിനും ഒരുപോലെ തീ പിടിച്ച് ഞാൻ സ്വയം കത്തിയെരിയാൻ തുടങ്ങിയിട്ട് വർഷം 2 മോൾക്കറിയോ? 2 വർഷം മുൻപ് ഒരു നാളിൽ ഞാൻ അറിഞ്ഞു നിൻ്റെ ഫ്രണ്ടിനെക്കുറിച്ച്, ഫ്രിഞ്ചി ഫെർണാണ്ടസ്. ഐവി അവിശ്വസനീയതയോടെ നോക്കി. ഇവിടെ ഒരു പെൺകുട്ടിയുടെ ശബ്ദവുമായി ഫോണിൽ നിന്നെ അന്വേഷിക്കുന്ന ഫ്രിഞ്ചി ഫെർണാണ്ടസ്, DYSP ഫെർണാണ്ടസിൻ്റെ ഏക മകൻ. റീത്ത കാതുകൂർപ്പിച്ചു. അതൊരു വെറും ഫ്രണ്ട്ഷിപ്പല്ല, വെട്ടിമുറിക്കാനാവാത്ത ഹൃദയബന്ധമാണ് എന്ന് മനസ്സിലായതു മുതൽ ഞാൻ ഈ നിമിഷത്തെ ഭയക്കുന്നു. കാരണം ഈ ഭയങ്കര സത്യം ഈ ലോകത്തിൽ അറിയാവുന്ന ഏക വ്യക്തിയാണ് ഫെർണാണ്ടസ്. നീ അവൻ്റെ മകനെ തന്നെ പരിചയപ്പെട്ടു. അതെ, അത് ദൈവനിശ്ചയമാണ് ഇങ്ങനെയൊക്കെ വരാൻ. സത്യം സുന്ദരമാണ്, ഒപ്പം ക്രൂരവും. ചിലർക്കൊക്കെ ഇഷ്ടവിഹാരം നടത്താൻ ദൈവം കൂട്ടുനിൽക്കുന്നു. അതേ ദൈവം തന്നെ തിരിഞ്ഞു നിന്ന് തലയ്ക്കടിക്കുകയും ചെയ്യും. ഒരിക്കൽ ദൈവമായിരുന്നല്ലോ ആ ഫെർണാണ്ടസ്. ഇന്നയാൾ പിശാചായിരിക്കുന്നു അല്ലേ? ഐവി ചോദിച്ചു. അവൻ പകരം വീട്ടുകയാണ്, റാസ്കൽ. ഇഷ്ടത്തിനൊത്ത് തുള്ളാൻ ആളെ കിട്ടാത്തപ്പോൾ ആർക്കും പ്രയോഗിക്കാവുന്ന പദം. പക്ഷെ മോളെ, ഒരിക്കൽ സംഭവിച്ചു പോയി പലതും. ഒന്നും കരുതിക്കൂട്ടിയല്ല. മാപ്പ് ചോദിക്കാൻ അർഹനല്ല. അല്ലെങ്കിൽ ആരോട് ചോദിക്കാൻ? മോളെ, അവൻ കണ്ടോ ആ ഫെർണാണ്ടസ്? അവൻ്റെ മുന്നിൽ പെട്ടുപോയാൽ നീ തകരുമെന്നും എനിക്കറിയാമായിരുന്നു. നിന്നെ തടയാനും എനിക്ക് കഴിയുമായിരുന്നില്ല. മോൾക്ക് വേണ്ടി ഞാൻ അവൻ്റെ കാല് പിടിക്കാം, മോളുടെ ഇഷ്ടം നടത്താൻ. ഫ്രിഞ്ചി തയ്യാറാണെങ്കിൽ പപ്പ അതുതന്നെ നടത്തിത്തരാം. നടക്കില്ല, ഐവി ദൃഢമായി പറഞ്ഞു. മോളെ, റീത്ത വിളിച്ചു. എനിക്ക് വിദ്യാഭ്യാസമുണ്ട്, സൗന്ദര്യമുണ്ട്, പക്ഷേ ഇല്ലാത്ത ഒന്നുണ്ട്, വെൽ ബാക്ക്ഗ്രൗണ്ട്. ജോൺ നെഞ്ചിൽ കൈവച്ചു. ഒരു വേശ്യയുടെ മകൾ, പിന്നെ അനാഥ, എടുത്തു വളർത്തിയതോ കൊലപാതകിയും വ്യഭിചാരിയും. ഇങ്ങനെയൊരു ബാക്ക്ഗ്രൗണ്ടുള്ള പെണ്ണിനെ സ്വന്തം കുടുംബത്തിലേക്ക് കൈപിടിച്ച് കയറ്റാൻ ആരും അറയ്ക്കും? ഐവിയുടെ കണ്ണുകൾ തുളുമ്പി, ശബ്ദം ചിലമ്പിച്ചു.
ഇല്ല, ഞാൻ പോകാം. ഞാൻ അവനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താം. അവൻ്റെ പക മാറ്റിയെടുക്കാം. മോളെ, എല്ലാം ശുഭമാകും. വേണ്ട, എനിക്ക് വേണ്ടി നിങ്ങൾ ഒന്നും ചെയ്യണ്ട. നിങ്ങൾ? ജോൺ സ്തംഭിച്ചു നിന്നു. ഫ്രിഞ്ച് സ്നേഹിച്ചത് പ്രതാപവാനായ നീതിമാനായ ജോൺ ഫ്രാൻസിസിൻ്റെ മകൾ ഐവി ജോൺ ഫ്രാൻസിസിനെയാണ്. ഇന്ന് അവളില്ല. പകരം ലോറിക്കാരനായ ചെറിയാൻ്റെ മകൾ മാത്രമേയുള്ളൂ. അനാഥ. അവളെ ഫ്രിഞ്ചിക്ക് ആവശ്യമുണ്ടാവില്ല. സ്വന്തം അന്തസ്സും അഭിമാനവും വിട്ട് ഒന്നും ചെയ്യാത്ത പ്രകൃതമാണ് ഫ്രിഞ്ചിക്ക്. അല്ലെങ്കിലും എല്ലാം നഷ്ടമായി. ഏച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കും. അങ്ങനെ മുഴച്ചു വരുന്ന ഒരു ബന്ധം എനിക്ക് വേണ്ട. പ്രത്യേകിച്ച് നിങ്ങളത് നടത്തി തരികയും വേണ്ട. ഇതെന്നല്ല, മേലാൽ എൻ്റെ ഒരു കാര്യത്തിൽ ഇടപെടണ്ട. ഞാൻ നിങ്ങൾക്ക് ആരുമല്ല. ആരും. നിങ്ങളും എൻ്റെ ആരുമല്ല. ഐവി വെട്ടിത്തിരിഞ്ഞ് അകത്തേക്ക് പാഞ്ഞുപോയി. ജീവനറ്റ രണ്ട് ജഡങ്ങൾ ഒരുപോലെ ആ മുറിയിൽ ശേഷിച്ചു. റീത്ത, നമ്മുടെ മോൾ പറഞ്ഞത് കേട്ടോ? നമ്മൾ ഒന്നിലും ഇടപെടരുതെന്ന്. നീ അവളെ വിളിക്കൂ. നീ പറഞ്ഞാൽ അവൾ കേൾക്കും. നീ അവളുടെ മമ്മിയല്ലേ? ആയിരുന്നു ഇന്ന് രാവിലെ വരെ. പക്ഷെ ഇപ്പോൾ ഞാൻ അവൾക്ക് മമ്മിയല്ല, ഏതോ ഒരു സ്ത്രീ മാത്രം. അത് നിന്റെ തോന്നലാണോ റീത്ത? ഓരോ ചെറിയ കാര്യങ്ങൾക്ക് അവൾ പിണങ്ങാറില്ലേ? മമ്മിയോടും പപ്പായോടും മിണ്ടൂലാന്ന് 1000 തവണ പറഞ്ഞിട്ടില്ലേ? എന്നിട്ടും നിമിഷങ്ങൾക്കകം അവൾ ചിരിയോടെ വന്ന് നമ്മുടെ കഴുത്തിൽ തൂങ്ങാറില്ലേ? മുത്തം തരാറില്ലേ? പിന്നിപ്പോഴെന്താ? ജോണിന് പ്രത്യാശയാണ്. ആ ഐവി മോളല്ല ഇപ്പോൾ ഇവിടെ നിന്ന് പോയത്. റീത്തയുടെ കണ്ണുകൾ വീണ്ടും തുളുമ്പി. റീത്ത, നീ അങ്ങനെ പറയല്ലേ. അവൾ വാശിക്ക് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാകും. അവൾക്ക് നമ്മളല്ലാതെ മറ്റാരാ ഉള്ളത്? നീ അവളുടെ അടുത്തേക്ക് ചെല്ല്. നിന്നോട് അവൾക്ക് പിണക്കം ഒന്നും ഉണ്ടാവില്ലല്ലോ. നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. ചെയ്തു, ഞാനും തെറ്റ് ചെയ്തു. റീത്തയുടെ സ്വരം അസാധാരണമാം വിധം കനത്തു. എന്ത് തെറ്റ്? ജോൺ ഫ്രാൻസിസ് നെറ്റി ചുളിച്ച് ഭാര്യയെ അമ്പരപ്പോടെ നോക്കി. നിങ്ങളുടെ ഭാര്യയാകാൻ സമ്മതിച്ചു എന്ന തെറ്റ്. കനത്ത സ്വരം ചിലമ്പിച്ചു. കണ്ണീർ പൊട്ടിയൊഴുകി. റീത്ത മുറിയിൽ നിന്ന് ഓടി ഇറങ്ങി. ആ തേങ്ങൽ അപ്പുറത്തെവിടെയോ വീണ്ടും കേട്ടു. ജോൺ തലയിൽ കൈവച്ചു. വല്ലാത്ത തളർച്ച. കാലുകൾക്ക്, ശരീരത്തിന്. മകൾ പിണങ്ങി, ഭാര്യ പിണങ്ങി. ഇനി എങ്ങനെ മുന്നോട്ട് നീങ്ങും? എങ്ങനെ? ജീവിതം ഇവിടെ അവസാനിച്ചോ? അന്ന് ചെയ്ത തെറ്റിനുള്ള തിരിച്ചടി ഇവിടെ തുടങ്ങുകയാണോ? ഈ ലോകത്ത് മൂന്നാമതൊരു കുഞ്ഞുപോലും അറിയരുതെന്ന് ഏതു നേരവും പ്രാർത്ഥിച്ചിരുന്ന ഒരു സത്യം അതറിഞ്ഞിരിക്കുന്നു. മറ്റാരൊക്കെ അറിഞ്ഞാലും ഒരിക്കലും അറിയരുതെന്ന് താൻ ശഠിച്ചിരുന്ന 2 പേർ, അവർ മാത്രം അറിഞ്ഞിരിക്കുന്നു. ഇനി എന്താ വഴി? ഒരു തീജ്വാലയായി ഈ വീടിനുള്ളിലേക്ക് എറിയപ്പെട്ട് നിമിഷം കൊണ്ട് പടർന്നു പിടിച്ചിരിക്കുന്ന അപകടം. ഈ വീടിനെയാകെ ചാമ്പലാക്കും മുമ്പ് രക്ഷപ്പെടാൻ എന്താണ് വഴി? നിങ്ങൾ ഓർത്തോളൂ. ഒരിക്കൽ ഈ ഫെർണാണ്ടസിനെ നിങ്ങൾ ഓർക്കും. അന്ന് ഇവനെ ആവശ്യമായി വരും. അന്ന് നിങ്ങൾ എൻ്റെ കാലിൽ വീഴും. അങ്ങനെ ഒരവസരത്തിനായി കാത്തിരിക്കുകയാണ് ഇന്നു മുതൽ എൻ്റെ ലക്ഷ്യം. വിരൽ ചൂണ്ടിക്കൊണ്ട് ചുളിഞ്ഞ നെറ്റിയും തുറിച്ച കണ്ണുകളുമായി അന്ന് ഫെർണാണ്ടസ് പറഞ്ഞതോർത്തു. അന്നയാളുടെ കൊമ്പൻ മീശയുടെ തെല്ല് വളഞ്ഞ അഗ്രം പോലും വിറച്ചു. എന്നിട്ടും താൻ അയാൾക്ക് വഴങ്ങിയില്ല. അയാളുടെ ആവശ്യം നിറവേറ്റിയില്ല. അയാളുടെ അളിയൻ, ക്ലാരയുടെ സഹോദരൻ, അവനെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു ഫെർണാണ്ടസ് അന്ന് വന്നത്. ക്ലാരയുടെ സഹോദരനാണെങ്കിലും പ്രായം തീരെ കുറവ്. ഫ്രിഞ്ചിയേക്കാൾ 6 വയസ്സിന് മൂപ്പ് മാത്രം. ക്ലാരയ്ക്ക് അവൻ ആങ്ങളെ എന്നതിലുപരി മൂത്ത മകൻ തന്നെയായിരുന്നു. ഫെബി. സ്വന്തം വീട് അകലെയായതിനാൽ അവൻ്റെ പഠനം ടൗണിലുള്ള ക്ലാരയുടെ അടുത്തു നിന്നായിരുന്നു. ചേട്ടനെയും അനിയനെയും പോലെ ഫെബിയും ഫ്രിഞ്ചിയും വളർന്നു. പക്ഷെ സ്വഭാവത്തിൽ 2 എതിർ ധ്രുവങ്ങളായിരുന്നു ഇരുവരും. ശാന്തനും സ്വഭാവിയുമായിരുന്നു ഫ്രിഞ്ചി എങ്കിൽ ദുർമാർഗിയും ക്രൂരനുമായിരുന്നു ഫെബി. ഫ്രിഞ്ചി സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കാറായപ്പോഴേക്കും ഫെബി കോളേജിലെ വല്ലാത്തൊരു സംഘത്തിൻ്റെ നേതൃസ്ഥാനത്ത് തന്നെ എത്തിയിരുന്നു. എല്ലാറ്റിനുമുപരി മയക്കുമരുന്നിൻ്റെ അഡിക്റ്റായി തീർന്നിരുന്നു അവൻ. കോളേജിന് തന്നെ ശല്യം. പെൺകുട്ടികൾക്കായിരുന്നു അവനെക്കൊണ്ട് കൂടുതൽ ശല്യം. അളിയൻ DYSP ആയതുകൊണ്ട് അവന് ഊറ്റം കൂടി. ഫെർണാണ്ടസിനും അവനെ പലപ്പോഴും പല കുരുക്കിൽ നിന്നും രക്ഷിക്കേണ്ടതായി വന്നു. കാരണം അയാളും അവനെ സ്വന്തം മകനായി തന്നെ കരുതി കഴിഞ്ഞിരുന്നു. അവിടെയായിരുന്നു ഫെർണാണ്ടസിൻ്റെ പരാജയവും. അവനെ ശ്വാസിക്കുകയും നേർവഴിക്ക് കൊണ്ടുവരികയും ചെയ്യുന്നതിന് പകരം അവൻ്റെ അപകട സ്ഥലത്തെല്ലാം ഒരു ദൈവദൂതനെ പോലെ രക്ഷിക്കാൻ ചെന്നു. ഒരുപക്ഷെ ഫെർണാണ്ടസും ശരിക്കറിഞ്ഞിരുന്നില്ലായിരിക്കും ഫെബി ഏതെല്ലാം കുരുക്കിൽ വീണ് കിടക്കുകയാണെന്ന്. ഒടുവിലായിരുന്നു ആ സംഭവം. ക്രൂരമായ ഒരു ബലാത്സംഗവും കൊലയും. പെൺകുട്ടി ഒരു ഡോക്ടറുടെ മകൾ. ഫെബിയും സംഘവുമായിരുന്നു പ്രതികൾ. മരിച്ചു എന്ന് കരുതി വലിച്ചെറിഞ്ഞ ശവം. പക്ഷേ അവനെ കുരുക്കാനായി മാത്രം ജീവൻ കിടന്നു. ഹോസ്പിറ്റലിൽ വെച്ച് പെൺകുട്ടി നടന്ന സംഭവം പറഞ്ഞു. പ്രതി ആരെന്ന് പറഞ്ഞു. പിന്നെ മരിച്ചു. കൊലപാതകിയായ ഫെബിയെ ചുറ്റിപ്പറ്റി അന്വേഷണം നീണ്ടപ്പോൾ ഞെട്ടിക്കുന്ന സത്യങ്ങൾ പുറത്തു വന്നു. മയക്കുമരുന്നിൻ്റെ ഉപയോഗം. ഒരു മാഫിയ സംഘത്തിൻ്റെ അപ്രധാനമല്ലാത്ത ഏജൻറ്റ്. അവനെ പക്ഷെ ഇഞ്ചിഞ്ചായി ചതച്ചിട്ടും അവൻ ആരെയും ഒറ്റുകൊടുക്കാൻ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ ജാമ്യം നിഷേധിച്ചു.
മാത്രമല്ല മയക്കുമരുന്നിൻ്റെ ഒരു ഏജൻറ്റ് കൂടിയാണല്ലോ അവൻ. സ്വയം അതിൻ്റെ ഉപയോഗത്തിനുള്ള പണം ഉണ്ടാക്കാൻ വേണ്ടി ഏജൻറ്റ് കൂടിയായി ജീവനും ഭാവിയും തുലച്ചവൻ. അവന് ജാമ്യം കിട്ടില്ലെന്നും ഫെർണാണ്ടസിനും തീർച്ചയുണ്ടായിരുന്നു. എന്നിട്ട് ഫെർണാണ്ടസ് എത്തി തൻ്റെ മുമ്പിൽ. ഭാഗ്യദോഷം, പലയിടത്തും ജോലിയിലിരുന്നു. ഇവിടെ എത്തിയിട്ട് ആദ്യത്തെ കേസായിരുന്നു ഫെബിയുടെ. നിയമത്തിൻ്റെ പഴുത് തരിമ്പും ഇല്ലാഞ്ഞിട്ടും സ്വാധീനത്തിൻ്റെ പഴുതിൽ ഫെബിക്ക് ജാമ്യം കിട്ടുമെന്ന് ഫെർണാണ്ടസ് മോഹിച്ചു. നോവൽ നാളെ വീണ്ടും തുടരും.